ഭാരതം സ്വാതന്ത്ര്യം നേടിയ കാലം മുതൽ പാകിസ്ഥാൻ ഭീകരവാദം നടത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർദാർ പട്ടേലിന്റെ വാക്കുകൾ ചെവിക്കൊള്ളാതിരുന്നതിന്റെ ഫലമാണ് നമ്മൾ നേരിടുന്ന ഭീകരവാദ ഭീഷണിയെന്നും മോദി പറഞ്ഞു. പഹൽഗാം അതിന്റെ അവസാനത്തെ ഉദാഹരണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഭാരതീയ സായുധ സേനയുടെ കരുത്ത് ലോകം അറിഞ്ഞെന്നും പ്രധാനമന്ത്രി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പറഞ്ഞു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, ഗുജറാത്തിൽ അദ്ദേഹം എത്തിയത് വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനാണ്. റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുത്തു. വികസന പദ്ധതിയുടെ വാർഷികത്തിലും അദ്ദേഹം പങ്കെടുത്തു. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. പാകിസ്ഥാനെതിരെയുള്ള നിലപാട് കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വിവരങ്ങൾ എന്താണ്? വീണ, ഗാന്ധിനഗറിൽ ഈ പൊതുപരിപാടിയിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ പാകിസ്ഥാനെ പ്രധാനമന്ത്രി വിമർശിക്കുമ്പോൾ അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ചരിത്രവും വിഭജന കാലത്ത് നടന്ന കാര്യങ്ങളുമൊക്കെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഒന്ന്, വിനായക് ദാമോദർ സവർക്കറിൻ്റെ ജയന്തി അടുത്ത ദിവസം നടക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മൃതി ദിനമാണ്. ഇങ്ങനെ ഒരുപാട് പ്രാധാന്യമുള്ള ദിനങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ അടുപ്പിച്ച് വരുന്ന ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒന്ന്, രാജ്യവിഭജനത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ച് POJK പിടിച്ചെടുക്കുക എന്ന ഒരു ആഹ്വാനം അന്നത്തെ ഉപപ്രധാനമന്ത്രിയും അന്നത്തെ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭഭായ് പട്ടേൽ നടത്തിയിരുന്നു. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അന്ന് ചെവി കൊടുക്കാതിരുന്നത് ആദ്യ പ്രധാനമന്ത്രിയായ നെഹ്റു തന്നെയാണ്. ഭാരതത്തിൻ്റെ സൈന്യം പാകിസ്ഥാൻ്റെ ഈ ഭീകരപ്രവർത്തനങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇന്നത്തെ POJKയിലേക്ക് നമ്മുടെ സൈന്യം മാർച്ച് ചെയ്യുന്ന ഘട്ടത്തിൽ അത് വേണ്ട എന്നൊരു നിർദ്ദേശം നെഹ്റുവിനെ പോലുള്ള കോൺഗ്രസിൻ്റെ അന്നത്തെ ചില നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയും POJK അങ്ങനെ പാകിസ്ഥാൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു എന്നതാണ് ചരിത്രം. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഗാന്ധിനഗറിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ പരോക്ഷമായി നെഹ്റുവിനെ തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭഭായ് പട്ടേൽ അന്ന് ആഹ്വാനം ചെയ്തത് POJK കൂടി പിടിച്ചെടുത്തതിന് ശേഷമേ പാകിസ്ഥാനെതിരെയുള്ള സൈനിക നടപടി അവസാനിപ്പിക്കാവൂ എന്നുള്ളതായിരുന്നു. പക്ഷേ അന്ന് നെഹ്റുവാണ് അതിന് തടയിട്ടത് എന്ന ചരിത്രമാണ് ഗുജറാത്തിൻ്റെ മണ്ണിൽ സർദാർ വല്ലഭഭായ് പട്ടേലിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയത്. ഒപ്പം പാകിസ്ഥാനെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നുണ്ടായിരുന്നു. വിഭജന കാലഘട്ടം മുതൽ തന്നെ, അതായത് രാഷ്ട്രം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചാണ് പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടത്. അതിനുശേഷം അക്കാലം മുതൽ തന്നെ പാകിസ്ഥാൻ നിഴൽ യുദ്ധം അല്ലെങ്കിൽ യുദ്ധം നടത്തുകയാണ്. പലപ്പോഴും നമ്മൾ നിഴൽ യുദ്ധം എന്ന പദപ്രയോഗം പാകിസ്ഥാനെതിരെ നടത്തുന്നു. പക്ഷേ പാകിസ്ഥാൻ നടത്തുന്നത് യുദ്ധം തന്നെയാണ് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അതിന് അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഭാഗമായി നിരവധി ഭീകരർ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടപ്പോൾ ആ ഭീകരരുടെ സംസ്കാര ചടങ്ങ് നടത്തുന്ന ഘട്ടത്തിൽ ഈ ഭീകരന്മാരുടെ ശരീരത്തിൽ പാകിസ്ഥാൻ്റെ പതാക വിരിക്കുകയും അവർക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അത് പാകിസ്ഥാൻ തന്നെ നേരിട്ട് ഭാരതത്തിനെതിരെ നടത്തുന്ന യുദ്ധമാണ്. അതിനെ നിഴൽ യുദ്ധമെന്ന് വിളിക്കേണ്ടതില്ല എന്ന കാര്യം കൂടി അദ്ദേഹം ഇന്നത്തെ ഈ യോഗത്തിൽ പറയുന്നുണ്ടായിരുന്നു. പാകിസ്ഥാന് ശക്തമായ മറുപടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയെന്നും ഭീകരതയ്ക്കെതിരെ ഇത്തരം പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം മറ്റു ചില വിഷയങ്ങൾ കൂടി പരാമർശിച്ചത്, ഒന്ന്, ഭാരതം 4ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നതിനെ പറ്റിയാണ്. അദ്ദേഹം പറഞ്ഞത് താൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് 2014 എത്തുന്ന ഘട്ടത്തിൽ ഭാരതം ലോകത്തിലെ 11ാമത്തെ സാമ്പത്തിക ശക്തി മാത്രമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 11 വർഷം കൊണ്ട് നമുക്ക് 4ാമത്തെ സാമ്പത്തിക ശക്തിയായി വളരാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഇടയിലാണ് UK പിന്തള്ളിക്കൊണ്ട് ഭാരതം 4ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നത്. 2047 എന്ന ഒരു പ്രത്യേക സാഹചര്യം നമുക്കറിയാം. അന്ന് രാഷ്ട്രത്തിൻ്റെ 100ാം സ്വാതന്ത്ര്യ ദിനമാണ്. ആ കാലഘട്ടത്തിൽ എത്തുമ്പോഴേക്കും വികസിത ഭാരതം എന്ന തൻ്റെ സ്വപ്നം, തൻ്റെ സർക്കാരിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകും എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ചും ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ വികസന മുന്നേറ്റത്തെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിയുമൊക്കെയുള്ള പ്രസംഗമാണ് തൻ്റെ സ്വന്തം നാടായ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പ്രധാനമന്ത്രി ഇന്നിപ്പോൾ നടത്തിയത്. വീണ. ഓക്കെ, ശരി ഗൗതം.